യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ
പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. വിധി തന്നിലുയർത്തുന്നു ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപി
കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശാ. തൂകണമേ ജഗദീശാ. തൂകണമേ ജഗദീശാ. ശാന്തിയരുളുക നാഥാ, നിത്യശാ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു
രക്ഷയിൽ പാരിടത്തിൽ ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ, അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശാ. തൂകണമേ ജഗദീശാ. തൂകണമേ ജഗദീശാ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. സിയോനിലുയരും അഭിനവഗാനം, തവ സങ്കീർത്തനഗാനം. ജെറൂസലേമിൽ നേർച്ചകളഖിലം അർപ്പിതമാകും സതതം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥാ കേട്ടരുളേണം. നാഥാ കേട്ടരുളേണം. നാഥാ കേട്ടരുളേണം. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു.
ശരണം വയ്പ്പൂ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ, എല്ലാം പൊറുത്തരുളുന്നവനേ. ഞാൻ വിളിച്ചർത്തിച്ച വേളയിലങ്ങുന്ന രോദനമെല്ലാം ശ്രവിച്ചുവല്ലോ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു, നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു, നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. കഷ്ടനഷ്ടങ്ങളിലാണ്ടാണ്ടു ദുഃഖത്തിൻ കനലിൽ ഞാൻ വീണൊരു വേളയതിൽ താവകനാമം വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ. എളിയോരൻ ജീവനെ കാത്തിടുവാൻ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ, കർത്താവേ. ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ, ആർക്കുള്ളൂ രക്ഷ
അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശാ. തൂകണമേ ജഗദീശാ. തൂകണമേ കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശാ. തൂകണമേ ജഗദീശാ. തൂകണമേ ജഗദീശാ. ശാന്തിയരുളുക നാഥാ,
എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ. എല്ലാം പൊറുത്തരുളുന്നവനേ, ഞാൻ വിളിച്ചർത്തിച്ച വേളയിലങ്ങുന്ന രോദനമെല്ലാം ശ്രവിച്ചുവല്ലോ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു. നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു. നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. കഷ്ടനഷ്ടങ്ങളിലാണ്ടാണ്ടു ദുഃഖത്തിൻ കനലിൽ ഞാൻ വീണൊരു വേളയതിൽ താവകനാമം വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ. എളിയോരൻ ജീവനെ കാത്തിടുവാൻ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ
ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ, അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. കരുണയുടെ കർത്താവേ, കരുണയോടെ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്തു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാണ് നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായി. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വലത്തു വലം പാവേ. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയിലേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യമിരുന്നിൽ ചേർക്കണം. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദർശനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായിരിക്കും. ഉന്നതനാഥരെല്ലാരും മിന്നിവിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ
വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാകളനാഥം പൂജിതമല്ലോ. അന്യമേളാത്തോരവികരമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ട് നാം പാപമോചനം എന്ന് പക്കലിലാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനങ്ങൾ ഉയർപ്പിച്ച കർത്താവ്, ആ ശബ്ദമയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. സകലത്തിന്റെയും നാഥന ദൈവമായ മിശിഹായെ നിരപുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൈക്കൊള്ളണേ കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ കർത്താവേ. ആഴത്തിൽ നിന്നുമിപ്പോ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം
ഉള്ളു രക്ഷയിൽ പാരിടത്തിൽ ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ, അൻപോടെൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സദയം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. സിയോനിലുയരും അഭിനവഗാനം, തവ സങ്കീർത്തനഗാനം. ജെറൂസലേമിൽ നേർച്ചകളഖിലം അർപ്പിതമാകും സതതം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥാ കേട്ടരുളേണം. നാഥാ കേട്ടരുളേണം. നാഥാ കേട്ടരുളേണം. ശാന്തിയരുളുക നാഥാ, നിത്യശാന്തിയരുളുക നീ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലു
ശരണം വയ്പ്പൂ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ, എല്ലാം പൊറുത്തരുളുന്നവനേ. ഞാൻ വിളിച്ചർത്തിച്ച വേളയിലങ്ങുന്ന രോദനമെല്ലാം ശ്രവിച്ചുവല്ലോ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു, നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു, നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ. കഷ്ടനഷ്ടങ്ങളിലാണ്ടാണ്ടു ദുഃഖത്തിൻ കനലിൽ ഞാൻ വീണൊരു വേളയതിൽ താവകനാമം വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ. എളിയോരൻ ജീവനെ കാത്തിടുവാൻ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പൂ കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പൂ കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ, അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പൂ കർത്താവേ. കർത്താവേ, എന്നിൽ നീ കാരുണ്യം തൂകണേ. നിൻ മഹാകാരുണ്യമോർത്തു ദയാനിധേ.
എണ്ണമറ്റുള്ളതാം നിൻ കൃപാവായ്പിനാൽ എന്നപരാധങ്ങളൊക്കെയും നീക്കണേ. മാമകമാലിന്യമാകെ കഴുകി നീ പാപക്കറ നീക്കി. സ്നേഹനിയ സിസ്റ്റേഴ്സ്, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്നേഹനിയ കുടുംബാംഗങ്ങളെ, ഈ പിതാവിന്റെ വേർപാടിൽ എടുക്കാതായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രാർത്ഥനാശോചനങ്ങൾ ചെയ്യുകയാണ്. സുരക്ഷിതനായ ദൈവം ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സംഗീതമായ ദൈവമേ, ഞങ്ങൾ പാപമോചനത്തിനായി പത്നീറിനെ ആശ്രയിക്കണമേ. ഈ ജലതാജ്ഞകൾ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഹൃത്തുക്കളുടെയും പരിമളസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായ സന്തതികൾ ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആരാധിക്കുകയും ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മരിച്ച ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവരുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മരിച്ച ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെയും ഭൂമിയിലെയും രാജാവും ജീവന്റെയും മരണത്തിലെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മണ്ണുപേരാക്കുകയും ഏർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് നാളുകൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, നിന്റെ ആത്മാവെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം
ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവരുടെയും സ്തുത്യർഹമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജന് ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേലും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ഒന്നാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 20 കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടെ ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആനന്ദനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാതാവിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാന്തത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. നിശ്ചയമായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ നിരപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിന്റെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശംസിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സുവിശേഷം അധ്യായം മനസ്സിലെ വാക്കുകൾ 24 മുതൽ കേൾക്കുകയും എന്നെ അയച്ചവരെയും വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ബുദ്ധിക്കുകയിലാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവനുള്ളമായ പിതാവ് തന്റെ പുത്രനെയും ജീവനുള്ളമാക്കിയിരിക്കുന്നു. മനുഷ്യനായതുകൊണ്ട് ജീവനെത്താവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കടലിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവനുയർത്തിനും തിന്മ ചെയ്തവർ ജീവനുയർത്തിനുമായി പുറത്തു വരും.
കർത്താവേ, ഈ ആത്മാവിന്റെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുഗ്രഹം സ്നേഹത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും അനുഗ്രഹമായ പുഴയാം ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാം ഈ ലോകത്തിൽ പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൽ തുറമുഖത്ത് സുരക്ഷിതമായി തീർക്കുവാൻ നിന്റെ പരിശുദ്ധ ദുരകാലം നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രത്തായി നിന്റെ അമൂല്യ രക്തത്തിൽ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടകളും സൂചനമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, നിന്റെ നേതൃത്വത്തിൽ നിന്റെ മഹത്വത്തിന്റെ കൃപയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി ചെയ്യണമേ എന്ന് നിന്നോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാഭത്തെ മരണത്തിൽ സ്വയം കണ്ണീർ ചെല്ലിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണീർ തെളിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ കൊടുക്കുന്നതുമായ മിശിഹായേ, നിന്റെ നാമത്തിൽ പാപങ്ങൾ കൊടുക്കുകയും അയാളെ കുർബാനയിൽ നടത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസമാണ് സുരക്ഷിതനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും നിങ്ങളുടെ പാപങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പൂർണ്ണീയമായ ദൈവത്തിന്റെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ മരണം വരുമൊരു നാളോർക്കുക മധ്യാനി കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മധ്യാനി എന്തിനു കരയുന്നു വ്യാകുലമാനസനായി എന്തിനു നീങ്ങുന്നു. തിരമാലകളാൽ തിങ്ങി മറി നിറകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടികൾ പോയാൽ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മധ്യാനി കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ.
നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ധ്യാനത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിക്കുമാറാകട്ടെ. അത്ഭുതത്തിലുള്ള സമയമാണ്. കുടുംബാംഗങ്ങളെല്ലാവരും എല്ലാവരും പള്ളിയിലേക്ക് ചേരുവാനായിട്ട് സ്നേഹം. എന്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു അവരെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരകത്തിലാ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ. ആദിയാം ഞാൻ കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു. പാപിയാം ഞാൻ കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു. പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളു രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു. പാപിയാം ഞാൻ കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ,
എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. ദീനനാമേ നമ്മുടെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു 3/4 മണിക്കൂർ നേരം, 1 മണിക്കൂർ നേരം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക. തമ്പുരാന്റെ പദ്ധതി നമുക്കറിയത്തില്ല. ഈ കാര്യങ്ങളെ കാണിക്കുക നമുക്കൊരു കേടുപാട് കാണാതെ കാക്കാം. ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നും
സംഭവിച്ചിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ഒരുക്കുകയാണ്. ഉദിക്കുകയും വിളിച്ച് കർത്താവിൻ്റെ സന്നിധി സുരക്ഷിതരായി നമുക്കായി ഈ ഗോവിന്ദചേട്ടൻ്റെ സ്വർഗീയാത്രയിൽ എന്നും നിർമ്മിക്കത്തക്കവണ്ണം എല്ലാവരും ഭയപ്പെട്ടു പോയി. മനുഷ്യസേന നമുക്ക് നമ്മുടെ ഭയങ്ങളെയും വിശ്രമങ്ങളെയും തമ്മിലുള്ള ചേർത്ത് വെക്കാം. ഈ പള്ളിയിൽ നിറയെ ആൾക്കാരാണ്. ഒരു ബോർഡ് പോലും കൂടാതെ കർത്താവ് നമ്മുടെ എല്ലാവരെയും പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ കാക്കുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ സംബന്ധിച്ചു ഈ കർമ്മങ്ങൾ എല്ലാവരെയും നമ്മളെ സ്വാഗതിച്ചു. പ്രിയപ്പെട്ട ഭരണഘടനയിൽ ഈ കാര്യങ്ങൾ നയിച്ച പ്രിയപ്പെട്ട ഭക്തരെയും സിസ്റ്റർമാരെയും നിങ്ങൾ ഓരോരുത്തരെയും ഈശ്വരനെ സമർപ്പിക്കുന്നു. ഈ കാര്യത്തിൽ ഈശ്വരനെ പ്രാർത്ഥനാപൂർവ്വം വന്നു നമ്മുടെ നമുക്ക് ഈ അന്തരാമത്തിൻ്റെ സന്നിധാനത്തിലേക്ക് വരാം. എല്ലാ കർമ്മങ്ങളും പള്ളിയിൽ തന്നെയായിരുന്നു. സംസ്കാരങ്ങൾ മാത്രമേ സ്ഥലത്തേക്ക് പോകുകയുള്ളൂ. അതുപോലെ തന്നെ ഉണ്ണീശ്വരൻ്റെ വിശ്വപ്രധാനം ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പെരുവട്ടം പള്ളിയിലും വിശ്വപ്രധാനം ഉണ്ടായിരിക്കുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. സന്നിധി ഈ തറവാട്ട് പ്രിയപ്പെട്ട ദിവസം രാവിലെ ശ്രമിച്ചു സംസ്കാരങ്ങളുടെ എല്ലാ ഭാഗം അവരിത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കിഴക്കും ജീവനും അതുപോ ശരണമരുവില്ല. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. വിശിഹാരാധൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിലാണെങ്കിലും അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാട് കൈവറുമാകുന്നു. ആശോദിച്ചു മേഘത്തേരും നാഥരെഴുന്നള്ളും മുതലകളിലും ജീവനവർക്കേകും. പ്രിയവരും പ്രിയരേ നിങ്ങൾ കലയദേശം പുനരുദ്ധാനം നൽകാൻ മറന്നല്ലോ. ആദിമുതലേക്കും ഈശോനാഥ മരണമൊഴുകുന്നു. കൈകളിലല്ലോ നൽകി മുറിക്കുന്നു. ജീവിതകാലത്ത് സുഹൃത്തുക്കളാദ്യത്തെ സാധിച്ചു ചെയ്യാതെ ദൈവതീരുമാനമാണ്
ആടുകളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ അവളെ മരണധീരാക്കുകയും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മോഹമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കുദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെറിയ ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാഠകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ അകത്തു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മളിവിടെ തന്നെ പൂർത്തിയാക്കുകയാണ്. അന്തിച്ചുമേന മറ്റു കാര്യങ്ങളും ഇവരെ പഠിപ്പിച്ച് പറ്റുന്നതോടെ പൂക്കൾ മാത്രം ഉപയോഗിക്കാൻ നമുക്ക് ഈ സമയം വിശാലമായി ഇരിക്കുക. അന്ത്യകാലമൊക്കെ സെമിത്തേരിയിൽ കാണുന്നതായതിലൂടെ പ്രാർത്ഥനശേഷം സംസ്കാരത്തിലൂടെ താഴേക്ക് പോകും. എല്ലാവരും പഴയക്കാരിൽ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. പുൽക്കൊടി പോലെ ജീവിതമേ കൊത്തോത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. സ്വർഗം തന്നെ ദൂതഗണത്തെ യാചിക്കുന്നു. ഈ ശരീരത്തിൽ നിന്റെ നീ വിശുദ്ധീകരിക്കണമേ. ശിവന്റെയും അളത്തിന്റെയും നാഥൻ പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും.
സ്വഭാവനെ തടുക്കുക. ഞാൻ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകാൻ ഞാൻ മഞ്ഞിനേക്കാൾ കരുണയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം കുരിശുവഴിയായി പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതലേക്കും ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമുള്ള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാനീ പുതിയ നിലവിലൂടെ അവസാന ദിവസം തന്നെ വളർന്നവർക്ക് പാരാകട്ടെ. ദേവനായ സമന്വയെ സഹായിക്കട്ടെ. ശിവന്റെയും പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യാനീ പുതിയ പൊടികളിൽ മടങ്ങി ഓർത്തുകൊള്ളുകയും ചെയ്യണമേ. ജനമെല്ലാം
പരിശുദ്ധൻ നിത്യമർക്കൻ പരിശുദ്ധൻ നിൻ കൃപയങ്ങൾ കേൾക്കണമേ. ശുദ്ധീകരിക്കണമേ. നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെയും ശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സഹോദരനെ സ്തുതിക്കുവാൻ ഒരേ യോഗ്യരാകണമേ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കും. പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാഹരണപ്രദേശങ്ങളോടെ ഭൂമിയോടെ അർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ശരീരത്തിലെ അംഗത്തെ ഈ സംസ്കാരങ്ങൾ സംഭരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.